തീർച്ചയായും അപമാനിക്കലാണ്. എവിടെ പോയി മോദിയുടെ രാജ്യസ്നേഹം, എവിടെ പോയി മോദിയുടെ രാജ്യാഭിമാനം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പ്രധാനമന്ത്രി അഭിമാനമുള്ള ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ ഇന്ന് പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തണമായിരുന്നു. ഇന്നും തുടർച്ചയായി പ്രതിപക്ഷത്തെ വിമർശിക്കുന്നതിൽ കേട്ട് പഴകിച്ച കുടുംബവാഴ്ച എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന പ്രതികരണമാണ് ഇന്ന് പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ നടത്തിയത്. യഥാർത്ഥത്തിൽ ഇന്ന് വിദേശകാര്യമന്ത്രിയേക്കാൾ പ്രധാനമന്ത്രിയുടെ പ്രതികരണമാണ് രാജ്യം കാത്തിരുന്നത്. ഇപ്പോൾ രാജ്യത്തിന് ഒരു ചേരിചേരാ നയമുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ തന്നെ എങ്ങനെയാണ് ഇന്ത്യയെ നേരത്തെ നോക്കിക്കണ്ടിരുന്നത്, ഇപ്പോൾ ഇന്ത്യയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ കുടിയേറ്റക്കാരെ പുറത്താക്കും എന്നുള്ളത് ട്രംപിൻ്റെ ഒരു നയമാണ്. ട്രംപ് അത് പറഞ്ഞിട്ടാണ് വോട്ട് തേടിയത് തന്നെ. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ അത് പറഞ്ഞിരുന്നതാണ്. 18,000-ഓളം ഇന്ത്യക്കാർ ഇല്ലീഗൽ ഇമിഗ്രൻസ് അവിടെയുണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ അവരെ സ്വാഭാവികമായും തിരിച്ചയക്കുമെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എങ്ങനെ തിരിച്ചയക്കും എന്നുള്ളതിലാണ് നമ്മൾ അഭിമാനം കാത്തില്ല എന്ന് പറയുന്നത്. നോക്കൂ, ഈ വിലങ്ങെട്ട് ഇന്ത്യക്കാരെ തിരിച്ചയച്ചതിൻ്റെ വീഡിയോ അമേരിക്കയുടെ അതിർത്തി രക്ഷാസേനയായ ബോർഡർ പെട്രോൾ സേനയുടെ മേധാവി തൻ്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അതിൽ ഇന്ത്യക്കാരെ ഇങ്ങനെ ചങ്ങലയിട്ട് കയ്യിൽ വിലങ്ങിട്ട് അയക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇല്ലീഗൽ ഏലിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്ഥിരമായി എമിഗ്രൻസിനെ, യഥാർത്ഥത്തിൽ ഇങ്ങനെ കുടിയേറ്റക്കാരെ അപമാനിച്ചുകൊണ്ട് സ്ഥിരമായി ട്രംപ് പറയുന്ന വാചകമാണ്. അത് തന്നെയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. മൈക്കിൾ ബാങ്ക്സ് എന്നാണ് ഉദ്യോഗസ്ഥൻ്റെ പേര്. ഈ മൈക്കിൾ ബാങ്ക്സ് നേരത്തെ അദ്ദേഹം ബൈഡൻ്റെ കാലത്ത് പുറത്താക്കപ്പെട്ട അവിടെ നിന്ന് സ്ഥാനം മാറിപ്പോയ ആളാണ്. ഇപ്പോൾ വീണ്ടും ട്രംപ് അയാളെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ രീതി ഇതാണ്, മറ്റ് രാഷ്ട്രങ്ങൾക്ക് മേൽ അധികാരം കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പശ്ചിമേഷ്യയിൽ ഗാസയുടെ കാര്യത്തിൽ പറയുന്നത്, ഗാസ അമേരിക്ക പിടിച്ചെടുക്കുമെന്നും അവിടുന്ന് പലസ്തീൻകാർ പോകണമെന്നും ഒരു അമേരിക്കക്കാരൻ എങ്ങനെ പറയും? ഒരു അമേരിക്ക എങ്ങനെയാണ് അതിൽ തീരുമാനമെടുക്കുക? ഗാസയിൽ നിന്ന് പലസ്തീൻകാർ പോകണമെന്നും ഗാസ അമേരിക്ക പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഹങ്കാരത്തിലേക്ക് അമേരിക്ക എത്തുമ്പോൾ അതിനോട് ഓച്ഛാനിച്ച് നിൽക്കുകയാണോ ഇന്ത്യ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾ പോലും ആ വിഷയത്തിൽ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന മറ്റ് സഖ്യകക്ഷികൾ പോലും ഗാസ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ നിശബ്ദമായി നിൽക്കുകയാണ് ചെയ്തത്. ഈ നിശബ്ദത കൊണ്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ച് വല്ല നേട്ടങ്ങളുണ്ടോ? ട്രംപ് മൈ ഫ്രണ്ട് എന്ന് പറയുകയും ട്രംപിന് വേണ്ടി അപ് കി ബാത് ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞ് അവിടെ പോയി പ്രചാരണം ചെയ്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ ആദ്യമായി കണ്ടു. യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു കാലത്തും, ഇന്ത്യക്ക് ചേരിചേരാൻ നയമുണ്ടായിരുന്ന ഒരു കാലത്തും മറ്റു രാജ്യത്ത് പോയി അവിടുത്തെ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും അഭ്യർത്ഥിക്കാറില്ല. അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തുമ്പോൾ അമേരിക്കയുടെ സ്വന്തം സുഹൃത്തായി ഇന്ത്യയെ കാണുന്നു എന്ന തെറ്റിദ്ധാരണയാണ് ഒരുപക്ഷെ മോദിക്കുണ്ടായിട്ടുണ്ടാവുക. ആ തെറ്റിദ്ധാരണ മാത്രമാണ് അതുകൊണ്ടാണ് ഈ തരത്തിൽ പറഞ്ഞയച്ചത്. ഇന്ത്യക്കാർ അവിടേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടേക്ക് പോകുന്ന മറ്റൊരു വിഷയം കൂടി ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഈ 18,000-ഓളം ആളുകൾ അവിടേക്ക് രേഖകളില്ലാതെ പോകുന്നു? ഇവിടെ തൊഴിലില്ല. നേരത്തെ ഉണ്ണിപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ കൃഷിക്കാരന് കൃഷി നശിച്ച് അവിടെ പോയി ജീവിതം കെട്ടിപ്പടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്? രാജ്യത്ത് ഇത്രയും പേർ പോകുന്നത് ഇവിടെ വേണ്ട തൊഴിലില്ലാത്തതുകൊണ്ടാണ്. അവിടെയും നമ്മുടെ കേന്ദ്ര സർക്കാരാണ് കുറ്റവാളിയാകുന്നത്. ഇന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി ഇന്ന് പാർലമെൻറ്റിൽ രാജ്യസഭയിൽ പറയുമ്പോൾ എന്തൊരു വിധേയത്തിൻ്റെ ഭാഷയിലാണ് പറയുന്നത്. ഇതൊരു പുതുമയുള്ള കാര്യമല്ല. എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാകുന്ന വർഷങ്ങളുടെ കണക്കടക്കം പറയുകയാണ്. 2019 744 പേർ, 2020 1889 പേർ, 2023 617 പേർ, 2024 1368 പേർ, 2025 104 പേർ. ഇങ്ങനെ കണക്കുണ്ട്. ഇങ്ങനെ പറഞ്ഞയക്കാറുണ്ട്. എല്ലാ കാലത്തും പറഞ്ഞയക്കുന്നത് ഈ തരത്തിൽ ചങ്ങലക്കിട്ടിട്ടാണോ? അങ്ങനെയാണെങ്കിൽ വാർത്ത പറയണ്ടേ. ചങ്ങലക്കിട്ടിട്ടല്ല. മാത്രമല്ല അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ ഇങ്ങനെ എന്താ പറയുക, കുറ്റവാളികളെ, കൊടും ക്രിമിനലുകളെ കൊണ്ടുപോകുന്ന പോലെയാണ്. ഗോണ്ടിനാമിലെ ജയിലുകൾ നമ്മൾ കാണാറുണ്ട്. ഗോണ്ടിനാമോ ജയിൽ തന്നെ മനുഷ്യാവകാശ വിരുദ്ധമാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് അമേരിക്കയുടെ ജയിലാണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് ജോലി തേടി പോയിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ തിരിച്ചയച്ചിരിക്കുന്നത്. അവരുടെ കൂടെ അവരുടെ ഭാര്യമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ മുന്നിൽ അവർ എത്രത്തോളം അപമാനിതരായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് വിദേശകാര്യമന്ത്രി പറയുകയാണ് സ്ത്രീകളെയും കുട്ടികൾക്കും ചങ്ങലയിട്ടിട്ടില്ല. ഒരു വലിയ കാര്യമായിട്ട് പറയുകയാണ്. മറ്റേത് അവരുടെ നയമാണത്രേ, അമേരിക്കയുടെ നയമാണത്രേ. അമേരിക്കയുടെ നയം അതാണെങ്കിൽ കൊളംബിയയിലെ പ്രസിഡന്റ് എങ്ങനെയാണ് അത് തടഞ്ഞത്? കൊളംബിയയിലേക്ക് ഇതുപോലെ അവിടെ വന്ന ഇമിഗ്രൻസ് തിരിച്ച് ഇതേപോലെ കൊണ്ടുപോയപ്പോൾ അവിടേക്ക് വിമാനം ഇറക്കാൻ അനുവദിച്ചില്ല. അമേരിക്കയുടെ സൈനിക വിമാനം ഇറക്കാൻ സമ്മതിച്ചില്ല. ഗുസ്താവോ പെട്രോ പിന്നീട് കീഴടങ്ങിയല്ല, സ്വന്തം ഇവിടുന്ന് വിടുകയാണ് ചെയ്തത്. ഇവിടുന്ന് വിമാനം കൊണ്ടുവരിക അല്ലല്ല, ഞാൻ വായിച്ചത് അങ്ങനെയാണ്. ഇവിടെ നിന്നും കൊളംബിയയുടെ വിമാനം അയക്കി ആളുകളെ കൊണ്ടുവരിക. അപ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് 25% നികുതി ചുമത്തിയപ്പോൾ വീണ്ടും ആ തീരുമാനം പിൻവലിച്ചു ഗുസ്താവോ പെട്രോ. ഇപ്പോൾ US ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട് ബൊഗോട്ടയിൽ. ഞാൻ ചോദിക്കുന്നത്
പ്രതികരണശേഷി എന്നൊരു കാര്യമുണ്ട്. പക്ഷേ അങ്ങനെ എതിർപ്പ് പ്രതികരണശേഷി എന്നൊരു കാര്യമുണ്ട്. ഉയർത്തി പ്രതികരിച്ചു, എതിർപ്പുയർത്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടുള്ള എന്നുള്ളതാണ് ഇന്ന് പോലും പാർലമെന്റ് ന്യായീകരിക്കണം. അതൊരു സാധാരണ കാര്യമാണെന്ന് എങ്ങനെ പറയും? ഇന്ത്യയുടെ ജനങ്ങളുടെ മുഖത്ത് നോക്കണ്ടേ? ഇതാണോ നയം? നമ്മളിപ്പോൾ ഈ അമേരിക്ക നമ്മളെ ഇങ്ങനെ കൂട്ടുകാരായി കൊണ്ട് നടക്കുകയാണ്, തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്നെ കൂടി ഒന്ന് പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി അങ്ങോട്ടേക്ക് സമ്മർദ്ദം ചെലുത്താൻ പ്രേരിപ്പിച്ചു എന്നുള്ള വാർത്ത മുമ്പ് വന്നിട്ടുള്ളതാണ്. ഉണ്ട്. അപ്പോൾ എല്ലാം നേരത്തെ തന്നെ മാധ്യമങ്ങൾ കൊടുത്തിരുന്നതാണ്. ദ വയർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പറ്റുക, അവിടെ പോയി ഒന്ന് കയറിപ്പറ്റുക, അവരുടെ കൂടെ ആണെന്നൊന്ന് കാണിക്കുക. ഇത് ആരെ കാണിക്കാനാണ്? ഇന്ത്യയുടെ അഭിമാനം. ഇതിപ്പോൾ UPA ഭരിക്കുന്ന കാലത്താണ് ചങ്ങലക്കിട്ട ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ BJPയുടെ പ്രതികരണം? രാജ്യത്തിന് അഭിമാനം തകർന്നു എന്ന് പറയില്ലേ? രാജ്യസ്നേഹം പൊട്ടിപ്പുറപ്പെടില്ലേ? എവിടെയൊക്കെ അനാവശ്യമായ സ്ഥലങ്ങളിൽ ഈ രാജ്യസ്നേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ട സമയത്ത് അന്തസ്സ് കെടുന്ന രീതിയിൽ ഓച്ഛാനിച്ച് നിന്നുകൊണ്ട് വിധേയത്വം കാണിച്ചുകൊണ്ട് ശരി യജമാന എന്ന ഭാവത്തിലാണ് ഇവിടെ രാജ്യത്തെ പ്രധാനമന്ത്രി നിൽക്കുന്നത്, വിദേശകാര്യമന്ത്രി നിൽക്കുന്നത്. നമുക്കിനി അടുത്ത് വരാൻ പോകുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ തീരുവ ചുമത്തലാണ്. അടുത്ത നടപടിയിലേക്ക് വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി അടുത്ത ആഴ്ച ഈ അപമാനമൊക്കെ കണ്ട ശേഷം അവിടെ പോയി കെട്ടിപ്പിടിക്കാനും കൊടുക്കാനും പോവുകയാണ് അടുത്ത ആഴ്ച. ഒരു പ്രതികരണമെങ്കിലും ഈ കാര്യത്തിൽ വേണ്ടേ? നമ്മുടെ ജനങ്ങളെ ഇങ്ങനെയല്ല തിരിച്ചയക്കേണ്ടത് എന്ന് പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇന്ത്യ കാനഡ തർക്കത്തിൽ ഋഷി സുനക് എടുത്ത നിലപാട്, ബൈഡൻ എടുത്ത നിലപാട് എന്തായിരുന്നു? കാനഡയ്ക്കൊപ്പമായിരുന്നു, നമുക്കൊപ്പം നിൽക്കുന്നില്ല. അപ്പോൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് അമേരിക്കയുമായുള്ള ചങ്ങാത്തം? അമേരിക്കയായുള്ള UPA കാലത്തും ഉണ്ട് ആ ചങ്ങാത്തമൊക്കെ. പക്ഷെ അതിന് ഒരു അതിർവരമ്പിടുകയും നമ്മുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ടാകണം ഏത് സഖ്യത്തിനും പോകേണ്ടത്. പക്ഷേ അതിന് നിൽക്കാതെ അപമാനത്തിന് നിന്ന് കൊടുത്തിരിക്കുന്നു. അമേരിക്ക നമ്മളെ അപമാനിച്ചുള്ള വീഡിയോ ഇട്ടിട്ട്, നമ്മളെ അപമാനിക്കുന്ന വാചകങ്ങൾ എടുത്തിട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഈ അമേരിക്കൻ വംശീയ വലതുപക്ഷ ഹാൻഡിലുകളൊക്കെ പുറത്തയക്കുന്ന ഇന്ത്യക്കാരെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ടാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്നില്ലേ? അവിടെ അങ്ങനെയല്ലാത്ത ഇന്ത്യക്കാരും വസിക്കുന്നുണ്ട്. അവർക്ക് കൂടി അപമാനമാകുന്ന രീതിയിലാണ്. അവിടെ ട്രംപിനെ പിന്തുണച്ച കുറേ ഇന്ത്യക്കാരുണ്ട്, ട്രംപ് ആരാധകരായ ഇന്ത്യക്കാരുണ്ട്. അവർ കൂടി നിങ്ങളെ ഈ വോട്ട് ചെയ്യുന്ന സമയത്തേ വേണ്ടൂ, ഇനി വേണ്ട എന്ന മട്ടിൽ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള പ്രതികരണങ്ങൾ ഇത്തരത്തിൽ വലതുപക്ഷ ഹാൻഡിലുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കൊള്ളാം. Meet the editors.